ഹായ്, മാത്സിലെ പ്രോബബിലിറ്റി, പെർമുട്ടേഷൻ, കോമ്പിനേഷൻ തുടങ്ങിയ ടോപ്പിക്കുകളിൽ ചില ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിനകത്ത് മിക്കപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ആവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതിലൊരു 3 ടേംസ് നിങ്ങൾക്ക് ചോദിക്കും അല്ലേ? ഏതൊക്കെ ടേംസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ്, അറ്റ്മോസ്റ്റ്, എക്സാക്ട്, ഈ 3 കാര്യങ്ങളും വരുന്ന ചോദ്യങ്ങളായിരിക്കും മിക്കവാറും നമ്മൾ കുഴപ്പിക്കുന്നത്. അപ്പൊ എന്തായിരിക്കാം ഇത്? എന്താണ് അറ്റ്മോസ്റ്റ്? അപ്പൊ എങ്ങനെയായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്? അറ്റ്ലീസ്റ്റ് ഒന്ന് എങ്ങനെ കൺസിഡർ ചെയ്യണം? എക്സാക്ട് ഒന്നും വലിയ പ്രശ്നം വരത്തില്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് അറ്റ്മോസ്റ്റിലായിരിക്കും മിക്കപ്പോഴും നമ്മൾ കൺഫ്യൂഷൻ അടിച്ചു പോകുന്നത്. ഏതാണ് മാക്സിമം, ഏതാണ് മിനിമം എന്നുള്ളതായിരിക്കും കൺഫ്യൂഷൻ. ആ കൺഫ്യൂഷൻ നമുക്ക് തീർക്കാം. നമുക്ക് നോക്കിയാൽ അറ്റ്ലീസ്റ്റ്, അറ്റ്മോസ്റ്റ്, എക്സാക്ട്. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നത് മിനിമം എന്നുള്ള ഒരു കൺസെപ്റ്റിലാട്ടോ. മിനിമം എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ എടുക്കേണ്ടത്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളോട് പറയാണ് അറ്റ്ലീസ്റ്റ് ടു എന്ന് പറഞ്ഞാൽ കുറഞ്ഞതല്ലേ, മിനിമം 2 വരാം. 2ന് താഴേക്ക് വരാൻ പാടില്ല, 2ന് മുകളിലേക്ക് പോകാം, 3 ആവാം, 4 ആവാം, എത്ര വരെയാണോ മാക്സിമം ഉള്ളത് അതുവരെ നമുക്ക് എന്ത് ചെയ്യാതെ കൊണ്ടുപോകാം. അതുപോലെ അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ ഇവിടെ എടുക്കേണ്ടത്. അപ്പൊ അറ്റ്മോസ്റ്റ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം 2 വരെ പോകാം. 2ന് മുകളിലേക്ക് പോകാൻ പാടില്ല, 2ന് താഴേക്കുള്ള 1ഉം 0യും അല്ലേ. അപ്പൊ 1 വരാം, അത് കഴിഞ്ഞാൽ 0 വരാം അല്ലെ. അപ്പൊ മാക്സിമം അറ്റ്മോസ്റ്റ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം 5 വരെ പോകും. 5ന് മുകളിലേക്ക് പോകാൻ പാടില്ല, അതിന് താഴേക്കുള്ള 4ഉം 3ഉം 2ഉം 1ഉം ഒന്നുമില്ല എന്നുള്ള 0 എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് എടുക്കാം കേട്ടോ. അത് രണ്ടുമാണ് അതിന്റെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി എക്സാക്ട് എന്ന് പറഞ്ഞാൽ എത്രയാണോ ഉള്ളത് അത്ര തന്നെയാണ്. എക്സാക്ട് 2 എന്ന് പറഞ്ഞാൽ 2 മാത്രം പറഞ്ഞു. എക്സാക്ട് 2 എന്ന് പറഞ്ഞാൽ എക്സാക്ട് 10 എന്ന് പറഞ്ഞാൽ 10 അങ്ങനെയുള്ള കൺസെപ്റ്റ് ആണ്. ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.